ലഹരിക്ക് പകരം ഉപയോഗിക്കാവുന്ന മരുന്ന് നൽകാത്തതിൽ മെഡിക്കൽ സ്റ്റോർ അടിച്ചു തകർത്ത യുവാക്കൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അപ്പോളോ മെഡിക്കൽ സ്റ്റോറാണ് അടിച്ചു തകർത്തത്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. സലീം മാലിക് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സലീം, എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ? നീ എന്താ ആലോചിക്കുന്നത്? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ലഹരിക്ക് വേണ്ടി ലഹരി കിട്ടാത്തപ്പോ അതിന് പകരമായി വെക്കുന്ന ഗുളിക അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നത് കൊടുത്തില്ല, അപ്പോ അടിച്ചു തകർത്തു. ഇതാണ് സംഭവം അല്ലേ? എന്താ ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഡോക്ടറുടെ കുറിപ്പുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ മെഡിക്കൽ സ്റ്റോർ ഉടമ പറഞ്ഞു. അല്ലെ, കുറിപ്പില്ലാതെ കൊടുക്കാൻ പാടില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കാലിൽ താഴ്ത്തും. അവരെ ചട്ടം പറയൂ സലീം മാലിക്. പ്രജിൻ വിജയകുമാർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഒരു അതിക്രമം. അത് ആ 3 യുവാക്കൾ അവിടെ അഴിഞ്ഞാടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ആദ്യം ആ ബൈക്കിന് നേരെ ഒരു വടിയെടുത്ത് അടിക്കുന്നു. അതിനുശേഷം ബാക്കി യുവാക്കൾ എല്ലാവരും പ്രകോപിതരാകുന്നു. ആ കടയുടെ ചില്ല അടിച്ചു തകർക്കുന്നു. അത് കഴിഞ്ഞും മതിയാകാതെ ഒരു വലിയ പാറക്കല്ലെടുത്ത് ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് എറിയുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? എന്റെ അമ്മോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. പറയുന്നത് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന അപ്പോളോ മെഡിക്കൽ ഷോപ്പിലായിരുന്നു ആക്രമണം ഉണ്ടായത്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഈ യുവാക്കൾ, ബൈക്കിലെത്തിയ യുവാക്കൾ അവിടുത്തെ കടയിലെ ജീവനക്കാരനോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ ലഹരിക്ക് പകരം ഉപയോഗിക്കുന്ന മരുന്ന്, ഉറക്ക ഗുളികയ്ക്ക് സമാനമായ മരുന്ന് നൽകണമെന്ന് പറയുന്നു. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? അപ്പോൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അത്തരത്തിലുള്ള മരുന്ന് നൽകാൻ കഴിയില്ല എന്ന് ഈ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ പറഞ്ഞതോടുകൂടിയാണ് ഇവർ ഈ നിലയിൽ അക്രമം നടത്തിയത്. ആ ബൈക്ക് പൂർണ്ണമായും തകർത്തുകൊണ്ടായിരുന്നു ഇവരുടെ അക്രമം. അതിനുശേഷം ഈ ഷോപ്പിലെ ഗ്ലാസുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. അതിന് പിന്നാലെ ശബ്ദം കേട്ട് പരിസരവാസികൾ ആ സമയത്തേക്ക് അർദ്ധരാത്രി ആയതിനാൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്നപ്പോഴേക്കും അക്രമികൾ ഓടി അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേട്ടത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ശുചിത്വ കേരളം, സുന്ദര കേരളം, അങ്ങനെയാണല്ലോ അല്ലേ?